ആമയഴഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ മരിച്ച ജോയിയുടെ മൃതദേഹം മാരായമുട്ടത്തെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. തകരപ്പറമ്പിലെ കനാലിൽ നിന്ന് ഇന്നലെ പകലാണ് മൃതദേഹം കണ്ടെത്തിയത്. സഹപ്രവർത്തകരും ബന്ധുക്കളും മൃതദേഹം ജോയിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽവേ ടണലിൽ നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന ഭാഗത്ത് നഗരസഭയിലെ ജീവനക്കാരാണ് മൃതദേഹം ആദ്യം കണ്ടെത്തിയത്. പോലീസും ഫയർഫോഴ്സും ചേർന്ന് കനാലിൽ നിന്നും മൃതദേഹം പുറത്തെടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. റെയിൽവേ കരാർ തൊഴിലാളിയായ മാരായമുട്ടം സ്വദേശി കൂടിയായ ജോയിയെ മാലിന്യം നീക്കുന്നതിനിടെയാണ് ശനിയാഴ്ച രാവിലെ കാണാതായത്. അമരവിള സ്വദേശിയായ സൂപ്പർവൈസർ കുമാറിന്റെ കീഴിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് വലിയ തോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞിരിക്കുന്നത് വൃത്തിയാക്കുകയായിരുന്നു ജോയി ഉൾപ്പെടുന്ന സംഘം. ജോയി ഉൾപ്പെടെ 4 പേരാണ് ശുചീകരണത്തിനായിട്ട് ഉണ്ടായിരുന്നത്. ജോയിയുടെ മരണം പല രീതിയിലും കോൺഗ്രസ് രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതും എം.പി. രാജേഷും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നാട് മുഴുവൻ ജോയിക്കായി തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിച്ചെന്നാണ് എം.പി. രാജേഷ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നൊരു കാര്യം. റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലമാണെന്നിരിക്കെ സർക്കാരിന്റെ മേൽ പഴിചാരി രാഷ്ട്രീയ ലാഭം കണ്ടെത്താനാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ശ്രമിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വസ്തുതകൾ പോലും അറിയാതെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഒരു യോഗമെങ്കിലും വിളിച്ചിരുന്നുവെങ്കിൽ ഇത് തടയാമായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വി.ഡി. സതീശൻ കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായി മാലിന്യം നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നായിട്ട്. എന്നാൽ റെയിൽവേയുടെ മാനദണ്ഡപ്രകാരം അവരുടെ അധീനതയിലുള്ള സ്ഥലത്ത് കേരള സർക്കാർ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. സർക്കാരിന് ആകെ ചെയ്യാൻ കഴിയുന്നത് നിരന്തരം ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ്. അത് കൃത്യമായി സർക്കാർ ചെയ്യുന്നുമുണ്ട്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വി.ഡി. സതീശനെ പോലെയുള്ളവർ ഇങ്ങനെ പറയുന്നതെന്നാണ് മനസ്സിലാകാത്തത്. റെയിൽവേയുടെ അനാസ്ഥ നിങ്ങൾ കാണുന്നില്ലേ എന്നും വാർത്താസമ്മേളനത്തിൽ എം.പി. രാജേഷ് മാധ്യമപ്രവർത്തകരോടായി ചോദിച്ചു. സർക്കാർ ഇടപെടലുകൾ നടത്തിയതിനെ തുടർന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ട് പോലും റെയിൽവേ അത് അവഗണിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.